വണ്ടി ഓട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എൻ്റെ അമ്മരാണ്. ഞാൻ എൻ്റെ ഈ മതിൽ സ്ഥലമൊക്കെ കൊടുത്തിരിക്കുന്നത് റോഡിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളെ റോഡ് ആവശ്യത്തിനല്ല. വേറൊന്നുമില്ല. 30 കൊട്ട പിന്നെ മെറ്റ് ഈ ഫിക്സ് ഇട്ടിട്ട് അതിലേക്ക് അര ബക്കറ്റ് അതിൽ ഞാൻ അവരോട് നടന്ന് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. ആ മൃഗക്കല്ലേ മൃഗക്കാരോട് പറഞ്ഞു, ആ താടിനോട് പറഞ്ഞു. നിങ്ങളെ പാങ്ങേര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് പറഞ്ഞു ഞാൻ അവരോടൊക്കെ. എന്നാൽ പാങ്ങേരും കേട്ടോട്ടെ, ഇനി ഓലെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ ഏതെങ്കിലും കഴിഞ്ഞു പോയി, ഞാൻ ഓലെങ്കിലും നോക്കട്ടെ എന്നിരിക്കും. അത് പറയാല്ലേ തന്നെ. ഇവര് ടാറ് മെറ്റലും നിരത്തിയതിന് ശേഷം വണ്ടി കേടുന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇഞ്ചൻ വണ്ടി ഉരുട്ടണത്. റിപ്പയർ നടത്തിയിട്ട് ആണ് വണ്ടി ഉരുട്ടണത്. അപ്പോൾ അതുകൊണ്ട് ഇത് സീറ്റിംഗ് ആയിട്ടില്ല. പിന്നെ 2 ദിവസം വണ്ടി ഓടിയേക്കിന് കംപ്ലീറ്റ് ചെയ്ത് പൊളിഞ്ഞ് പോകുന്നോണ്ടിരിക്കുകയാണ്. ഇതന്നെ കാര്യമായിട്ട് പറയാല്ലേ. തുടർന്ന് ഈ വണ്ടി ഓടി ഉഷാറായി വണ്ടി റെഡിയാക്കിയിട്ട് റോഡ് അതിൻ്റെതായ രീതിക്ക് പണിയെടുക്കണത് റീവർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാല്ലേ. ഇതിന് കെമിക്കൽ കൂട്ടിയിട്ട് 6 കൂട്ടത്തിൽ എന്തെങ്കിലും കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കുറവുണ്ട്. പിന്നെ അത് റോഡ് കനം കമ്മി റീവർക്ക് ചെയ്യണം. മൊത്തത്തിൽ എടുത്തു പോകുന്നതിന്റെ റീവർക്ക് ചെയ്യണം. റോഡ് ടാറ് കമ്മിയും മെറ്റല് വളരെ മോശമുള്ളത്. ഒന്ന് റോഡിന്റെ കല്ല് ചേർക്കൽ കമ്മിയാണ്, ഹൈറ്റ് റോഡിന്റെ ഹൈറ്റ് കമ്മി. രണ്ടാമത്തത് ഈ കല്ലിനനുസരിച്ചുള്ള ടാറും ഇതിൽ കൂട്ടുന്നില്ല. ഇത് വെറുതെ റോഡ് കറുപ്പിച്ചു പോയെന്നുള്ളൂ, കാര്യമല്ല. അത് വളരെ വണ്ടി പൊളിഞ്ഞ് ഓടുമ്പോൾ തന്നെ 1 മാസമായില്ല ചെയ്തിട്ട്. താഴത്ത് മുമ്പ് ഉണ്ടാകുന്ന ടാറ് മറ്റേ പറിച്ചെടുത്തിട്ടാണ് അത് ചെയ്യുന്നത്? അല്ല ഒന്നും പറിച്ചിട്ടില്ല, ടാറൊന്നും പറിച്ചിട്ടില്ല. അങ്ങനെ തന്നെ അതിന്റെ മുകളിൽ തന്നെ ചെയ്യാണ്. ടാറിന്റെ ക്വാളിറ്റി കമ്മി. വീതി കൂട്ടി വരുന്നുണ്ടോ? വീതി കൂട്ടി 5.5 മീറ്റർ വീതിയുണ്ട്. വീതിയിൽ 5.5 മീറ്റർ ഉണ്ട്. പക്ഷെ ടാറ് ക്വാളിറ്റി കമ്മി. ഈ പറഞ്ഞ ഈ റോഡിനുള്ള ഹൈറ്റ് കൊടുക്കുന്നില്ല, വളരെ തുച്ഛം. 2 സെന്റിമീറ്റർ ഉള്ളൂ ഈ റോഡ് ആകെ കനം കൊടുത്തിട്ടുള്ളൂ. പഴയ കാലത്ത് റോഡ് ടാർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഓർമ്മയുണ്ട്. അതെന്ന് പറഞ്ഞാല് ഒരു 1.5 2 ഇഞ്ചോളം കനം ഉണ്ടായിരുന്നു. അത്ര പോലും ടാറ് കൂട്ടുന്നില്ല. ടാറും കൂട്ടുന്നില്ല, റോഡ് ഹൈറ്റും ഇല്ല, മെറ്റലും ഇല്ല. ഇത് ഇത്ര സാഹചര്യം ഉണ്ടായിട്ട് ആകെ അതിന്റെ ഹൈറ്റ് കൂട്ടുന്നത് 2 സെന്റിയാണ് ഈ റോഡിന്റെ ഹൈറ്റ് വരുന്നുള്ളൂ. ഈ 2 സെന്റി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. 2 സെന്റി പറഞ്ഞത് 2 ഇഞ്ചല്ല, 2 സെന്റിയാണ് വരുന്നത്. അത് ഈ വണ്ടി ഓടുമ്പോൾ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്താലോ ടാർ ഇളകി പോവുകയാണ്. വണ്ടി ഓടുന്നുമില്ല, കാരണം വണ്ടി ഇഞ്ചൻ വണ്ടി അമർത്തൽ പോരാ, പണി കണ്ടീഷനാണ്. അതേമാതിരി മെറ്റൽ ചൂടാക്കുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ടാറിങ്ങിലുണ്ട്. ഇതിന്റെ വർക്ക് നോക്കാനും വരുന്ന എഞ്ചിനീയർമാർ ആരെങ്കിലും നിങ്ങൾ കണ്ടു? എഞ്ചിനീയർമാരെ കണ്ടതാണ്. പിന്നെ കംപ്ലൈന്റുകൾ പറഞ്ഞതാണ്. കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് 2 ചില്ലാന 2.15 ഇതുമുള്ളത്. ആ പൈസ കൊണ്ട് ഇങ്ങനെ നടക്കുള്ളൂ എന്നുള്ളതാണ് അയാൾ നിർദ്ദേശം തന്നത്. അതായത് ഇപ്പൊ എടുക്കുന്ന രൂപത്തിൽ ചെയ്യാനാണ് അവർക്ക് നിർദ്ദേശം പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞാല് എങ്ങനെയാലും കുറച്ച് കമ്മിയാക്കാനുള്ളൂ അവർ നോക്കുള്ളൂ. കോൺട്രാക്ടർമാർക്ക് ലാഭം കിട്ടാനുള്ളത് അവർ ചെയ്യുള്ളൂ. അപ്പൊ ഈ വർക്ക് നടക്കുന്നതിൽ ഇപ്പൊ ഈ പൊട്ടിപ്പൊളിഞ്ഞു പോരാനുള്ള കാരണം ഔദ്യോഗിക ഉദ്യോഗസ്ഥന്മാർ കൂട്ടുന്നും കൊണ്ട് ചെയ്യുന്നതാണോ? ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ബഡ്ജറ്റ് കിട്ടണമല്ലോ, നേരമുള്ളല്ലോ കാര്യം നടക്കുള്ളൂ. ഞങ്ങൾ നാട്ടുകാർ ജനകീയ കൂട്ടായ്മയോടെ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത 10, 25, 30 ലക്ഷത്തിൻ്റെ അടുത്ത് പണം പിരിച്ചെടുത്തുകാണ്ട് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ജനകീയ കൂട്ടായ്മയോടെ എല്ലാവരുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടുകാണ്ട് നാട്ടുകാർ കൈനീട്ടിങ്ങാണ്ടും പല ആളുകളെ കണ്ടുമുട്ടിങ്ങാണ്ടും പണം പിരിച്ചുകാണ്ട് ഈ റോഡിനും വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ പണി ഞങ്ങളെ നാട്ടുകാരെ അതീവ നിഷ്ഠൂരമായി ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവണതയോടുകൂടിയാണ് എൻജിനീയറും ഇതിൻ്റെ കോൺട്രാക്ടറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടുകാർ പല ആളുകളും ഈ കോൺട്രാക്ടറോട് സംസാരിച്ചു റോഡ് പണി മോശമാണ് എന്ന് പറയുമ്പോൾ അയാൾ ഒരു ധിക്കാരത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ് ചില ആളുകളോടൊക്കെ അയാൾ പെരുമാറില്ല. എനിക്ക് 5 മീറ്റർ ടാർ ചെയ്യാനുള്ള അധികാരമുള്ളൂ, അത് ഞാൻ ഇങ്ങനെ തന്നെയുള്ളൂ ചെയ്യുക എന്നുള്ള ചില വാക്കുകളൊക്കെ ചില ആളുകളോട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് കാണാം ഈ റോഡിൻ്റെ അവസ്ഥ. ഇത് കണ്ടു പൊളിഞ്ഞു പോരുന്നു. ഇതേമാതിരിയുള്ള അവസ്ഥകളാണ്. അതിന് 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ ഉപയോഗിക്കാതെ വെറും 1/4 ഇഞ്ച് ചിപ്സ്, അധിക സ്ഥലത്തും 1/4 ഇഞ്ചിൻ്റെ ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. ടാർ ഉപയോഗിക്കൽ വളരെ കമ്മിയായിട്ട് ഇല്ല, ടാറിങ്ങാണ് ക്വാളിറ്റി കമ്മിയുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ടാറിൻ്റെ ക്വാളിറ്റിക്ക് കമ്മിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾക്ക് സംശയമുള്ളതാണ്. പിന്നെ വണ്ടീൻ്റെ സ്റ്റാൻഡ് വെക്കുമ്പോൾ അവിടെ
താഴേക്ക് സ്റ്റാൻഡ് പോവുകയാണ്. അതേമാതിരി അവിടെ പൊളിയുന്നുണ്ട്. പല സ്ഥലത്തും ഞങ്ങൾ മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ടാറില്ലാത്ത അവസ്ഥകളാണ് കാണുന്നത്. അത് പല ആളുകളെയും പല പ്രാവശ്യം പല ആളുകളും വിളിച്ചും കണ്ട് കോൺട്രാക്ടറെ കാണിച്ചു കൊടുക്കലും കോൺട്രാക്ടർ അപ്പോൾ വന്നുകൊണ്ട് താൽക്കാലികമായി തൂർത്തുകാണ്ട് വീണ്ടും അവരെ ധിക്കാരത്തോടെ റിപ്പയർ ചെയ്ത് കണ്ട് വീണ്ടും ധിക്കാരത്തോടെയുള്ള പണിയാണ് നടക്കുന്നത്. ഇതുമാതിരി പണിയെടുക്കാൻ ഞങ്ങൾ ജനകീയമായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെ നേരിട്ട് കണ്ട് ഇത് പണിയെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണി തുടങ്ങാൻ വേണ്ടി വീതി കൂട്ടിയിരുന്നല്ലോ. ഏകദേശം എത്ര വീട്ടുകാരെ മതിലുകൾ പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്? 78 വീട്ടുകാരാണ് ഈ റോഡിന്റെ വഴിക്കുള്ളത്. അതിലിനി തുച്ഛമായ 10-12 വീട് സ്ഥലങ്ങൾ മാത്രമുള്ള കിട്ടാൻ ബാക്കിയുള്ളത്. 12-13 വീടോ 14 വീടായിട്ടാണ് കിട്ടാൻ ബാക്കിയുള്ളത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് ജനകീയമായിട്ട് തന്നെ മാറ്റേണ്ട സംവിധാനങ്ങളും ചർച്ചയിലും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ നടക്കുന്നത്. എന്നിരുന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച നിലക്ക് ഈ റോഡ് ഇതേ രീതി പണിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ജനകീയമായിട്ട് തന്നെ ഈ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നമാർ തന്നെ രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പണിയെ ഞങ്ങൾ തടുത്തിടും. അത് ഗവൺമെൻറ്റിന് ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കാണണമെന്ന് അറിയിക്കണം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.